ജോയലിന്റെയും ക്ലെയ്മന്റെയും കഥ, പ്രണയം, വേർപിരിയൽ, മാഞ്ഞുപോകുന്ന ഓർമ്മകൾ, ഒടുവിൽ രണ്ട് ആത്മാക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശാന്തമായ വികാരങ്ങൾ എന്നിവയിലൂടെ അനാവൃതമാകുന്ന ഒരു ആഖ്യാനം. അതാണ് ഇറ്റേണൽ സൺഷൈൻ ഓഫ് സ്പോട്ട്ലെസ് മൈൻഡ് എന്ന ചലച്ചിത്രം പറഞ്ഞുവെക്കുന്നത്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ഹൈപ്പ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് ശാന്തമായ സംതൃപ്തിയോടെ ജീവിക്കുന്നതായി തോന്നുന്ന ജോയലിന്റെ ജീവിതത്തിന്റെ ഒരു ദൃശ്യത്തിൽ നിന്നുമാണ്. അന്നത്തെ പ്രഭാതം അദ്ദേഹത്തിന് വളരെ വിചിത്രമായ രീതിയിൽ അന്യമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തന്റെ ഓർമ്മയിൽ നിന്ന് പ്രധാനപ്പെട്ട എന്തോ ഒന്ന് അപ്രത്യക്ഷമായതുപോലെ അവന് തോന്നിയിരുന്നു. എന്തായാലും അവൻ തയ്യാറായി പുറത്തേക്കിറങ്ങി. നോക്കുമ്പോ തന്റെ കാറിന്റെ ഇടതുവശത്ത് വലിയൊരു സ്ക്രാച്ച് ശ്രദ്ധയിൽപ്പെട്ടു. അതിനടുത്തായി മറ്റൊരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറായിരിക്കും തന്റെ വണ്ടിയിൽ കേടുപാടുകൾ വരുത്തിയത് എന്നവൻ അനുമാനിച്ചു. ദേഷ്യപ്പെടുന്നതിന് പകരം ജോയൽ ഒരു കഷ്ണം പേപ്പറിൽ ലളിതമായി താങ്ക് യു എന്നെഴുതി ആ കാറിന്റെ വിൻഷീൽഡിൽ പതുക്കെ വെച്ചു. നോക്കുമ്പോൾ അതൊരു വിചിത്രമായ പെരുമാറ്റമാണ്. ചിലപ്പോൾ ആളുകൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായ രീതികളിലായിരിക്കാം. അത്തരമൊരു നിമിഷമായിരുന്നു അത്. തുടർന്ന് ജോയൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയി. തികച്ചും അസാധാരണമായ ഒരു തീരുമാനം അവനെടുത്തു. അവനിന്ന് ജോലിക്ക് പോകുന്നില്ല. അന്ന് 2004 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അവൻ ഒരു ട്രെയിനിൽ കയറി വിജനമായ ഒരു കടൽ തീരത്തേക്ക് യാത്ര തിരിച്ചു. ആ തീരത്തിരുന്ന് അവൻ തന്റെ ഡയറി തുറന്നു. അതിലെ ചില പേജുകൾ കീറിപ്പോയിരുന്നു. അവസാനമായി താൻ അവ എപ്പോഴാണ് വായിച്ചതെന്ന് പോലും അവൻ ഓർക്കാൻ കഴിയുന്നില്ല. വർഷങ്ങളായി താനൊന്നും അതിൽ എഴുതിയിട്ടില്ല എന്ന തരത്തിൽ അവന് തോന്നി. ചിന്തകളിൽ മുഴുകി അവൻ അവിടെ ഇരിക്കുമ്പോ കടലിന്റെ ഭംഗി അവൻ പെൻസിൽ കൊണ്ട് കോറിയിടാൻ ആരംഭിച്ചു. പിന്നീട് അവൻ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെ ഇരിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചു. അവളുടെ ചിത്രം അവൻ വരയ്ക്കാനും ആരംഭിച്ചു. തന്നോട് അല്പമെങ്കിലും താല്പര്യം കാണിക്കുന്ന ഏത് സ്ത്രീയെയും താൻ എന്തുകൊണ്ടാ എപ്പോഴും പ്രണയിച്ചു പോകുന്നത് എന്ന് ജോയൽ ആ നിമിഷം അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റിൽ നിന്നിറങ്ങിയ ശേഷം ജോയൽ നേരെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ താൻ നേരത്തെ വരച്ച അതേ സ്ത്രീയെ അവൻ നോക്കിക്കണ്ടു. അതവനെ തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തി. ആ സ്ത്രീ അവനെ നോക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ വളരെയധികം ലജ്ജാലുവും ഉൾവലിഞ്ഞവനുമായ ജോയൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. അവൻ അവളെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഭീരുത്വം നിറഞ്ഞ സ്വഭാവം കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നു. അവരിരുവരും പിന്നീട് ഒരേ ട്രെയിനിൽ കയറി ഒരേ കമ്പാർട്ട്മെന്റിൽ വന്നിരുന്നു. ആ സ്ത്രീ ജോയലിന്റെ അടുത്തേക്ക് വന്ന് ധൈര്യത്തോട് ചോദിച്ചു, മേ ഐ നോ യു? എനിക്ക് നിങ്ങളെ പരിചയമുണ്ടോ? ജോയൽ ഒന്ന് പതറിപ്പോവുകയും മറുപടിയൊന്നും നൽകാതിരിക്കുകയും ചെയ്തു. അവൻ എപ്പോഴെങ്കിലും ബാർൺസ് ആൻഡ് നോബിൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്നവൾ വീണ്ടും ചോദിച്ചു. ജോയൽ തലയാട്ടി. ഉണ്ടെന്നർത്ഥത്തിലായിരുന്നു അത്. കഴിഞ്ഞ 5 വർഷമായി താൻ അവിടാണ് ജോലി ചെയ്യുന്നത് എന്നവൾ വലിയ ആവേശത്തോടെ പറഞ്ഞു. രണ്ടുപേരും അന്ന് നേരത്തെ ഒരേ സ്ഥലം തന്നെയാണ് സന്ദർശിച്ചത് എന്ന് വ്യക്തമാക്കി. മൊണ്ടോക്കിലായിരുന്നു അവർ നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോ അവർ റോക്ക് വില്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഇരുവരുടെ സംഭാഷണവും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. തികച്ചും വിപരീത സ്വഭാവക്കാരായിരുന്നു അവർ. ജോയൽ അന്തർമുഖനും അതീവ ഉൾവലിഞ്ഞവനുമായിരുന്നപ്പോ ക്ലമന്റൈൻ വല്ലാതെ ഉന്മേഷവതിയും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവളും ഫലിതപ്രിയയുമായിരുന്നു. അപ്രതീക്ഷിതമായ രീതിയിൽ അവർ പെട്ടെന്നെടുത്തു. വ്യത്യസ്തതയുള്ള രണ്ട് ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്ന പോലായിരുന്നു അത്. അവരുടെ സംഭാഷണം ഊഷ്മളതയും ജിജ്ഞാസയും ശാന്തമായ ആകർഷണവും നിറഞ്ഞതായി മാറി. അത് തികച്ചും സവിശേഷമായ ഒന്നിന് അടിത്തറയിട്ടു. ട്രെയിൻ അവരുടെ സ്റ്റേഷനിലെത്തിയപ്പോ ജോയൽ നേരെ തന്റെ കാറിലേക്ക് നടന്നു. എങ്കിലും അവന്റെ മനസ്സ് അപ്പോഴും ക്ലമന്റൈനെ കണ്ടുമുട്ടിയതിന്റെ ആലോചനകളിലായിരുന്നു. വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോ അവളെ വീണ്ടും ഒരു നോക്ക് കാണണം എന്ന പ്രതീക്ഷ അവന്റെ ഉള്ളിൽ അലതല്ലിക്കൊണ്ടിരുന്നു. അവൻ ചുറ്റും ആ പ്രതീക്ഷയിൽ കണ്ണോടിച്ചു. ഒടുവിൽ അവൻ അവളെ കണ്ടു. അവൾ അവിടെ തന്നെയുണ്ട്. ഒട്ടും മടിക്കാതെ അവൻ അവൾക്കൊരു ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ക്ലമന്റൈന്റെ വീട്ടിലേക്ക് അവർ എത്തിച്ചേർന്നു. അവൾ അവനെ ഒരു ഡ്രിങ്ക് കഴിക്കാൻ അകത്തേക്ക് ക്ഷണിച്ചു. സ്വഭാവം കൊണ്ട് ജോയൽ ഒരു നാണക്കാരനും ഉൾവലിഞ്ഞവനുമാണെങ്കിൽ കൂടിയും ആ ക്ഷണം അങ്ങനെ നിരസിക്കാൻ അവന് പറ്റുന്നതായിരുന്നില്ല. അവൻ ആ ക്ഷണം സ്വീകരിച്ചു.
അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. അന്തരീക്ഷം കൂടുതൽ ഊഷ്മളമായി. അല്പം വികാരാധീനനായ നിമിഷത്തിൽ തനിക്കവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ക്ലെമന്റൈൻ ജോയലിനോട് പറഞ്ഞു. അവളുടെ വികാരങ്ങളുടെ ആഴം തനിക്ക് നേരത്തെ അറിയാമായിരുന്നതുപോലെ ജോയൽ ഒരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു. അദൃശ്യമായ ഏതോ ഒരു ശക്തി അവരെ പരസ്പരം പതുക്കെ അടുപ്പിക്കുന്നത് പോലായിരുന്നു അത്. യുക്തിക്ക് അതീതമായ മറ്റെന്തോ ഒന്ന് അവരെ ബന്ധിപ്പിക്കുന്ന പോലെ. വല്ലാത്തൊരു മാന്ത്രികത. മഞ്ഞുകാലത്ത് മനോഹരമായ ലാൻഡ്സ്കേപ്പ് അതിശയകരമായ മറ്റൊരിടമായി മാറുന്ന ആ സമയത്ത് രാത്രിയിൽ തന്നോടൊപ്പം ചാൾസ് നദിയിലൂടെ നടക്കാൻ ക്ലെമന്റൈൻ ജോയലിനോട് പറഞ്ഞു. ജോയൽ അല്പം മടിച്ചുകൊണ്ട് തനിക്കതിൽ അല്പം പേടിയുണ്ടെന്ന് പറയുകയും താൻ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പതിയെ സൂചിപ്പിക്കുകയും ചെയ്തു. അവൻ പോകുന്നതിനു മുമ്പ് ക്ലെമന്റൈൻ അവളുടെ ഫോൺ നമ്പർ അവന് നൽകിക്കൊണ്ട് വിളിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നൊരു കള്ളപ്പുഞ്ചിരിയോടെ പറഞ്ഞു. കൂട്ടത്തിൽ നീ വിളിക്കുമ്പോൾ എനിക്ക് വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യാൻ മറന്നേക്കരുത് എന്ന് പറയുകയും ചെയ്തു. ജോയൽ വീട്ടിലെത്തി. ഒട്ടും സമയം കളയാതെ അവളെ വിളിച്ചു. അവൻ വിളിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ക്ലെമന്റൈൻ എന്തുകൊണ്ടാ ഇത്രയും വൈകിയത് എന്ന് ചോദിച്ചുകൊണ്ട് കുസൃതിയോടെ ഫോൺ എടുത്തു. താൻ വീട്ടിലെത്തിയതേയുള്ളൂ എന്നായിരുന്നു ജോയൽ വിശദീകരിച്ചത്. തുടർന്ന് അവൾ ചോദിച്ചു, നീ ഇപ്പോ എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ജോയൽ മൃദുവായി മറുപടി നൽകി, അതെ, മിസ് ചെയ്യുന്നുണ്ട്. ആ നിമിഷത്തിൽ അവരുടെ ആ ബന്ധം, ആ ഒരു ആത്മബന്ധം യാഥാർത്ഥ്യത്തെക്കാൾ ഉപരിയായി ആത്മീയമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത്രമേൽ അടുപ്പം, അത്രമേൽ പരിചയം ഇരുവരുമുള്ള പോലായിരുന്നു ഓരോ നിമിഷവും കടന്നുപോകുന്നത്. ക്ലെമന്റൈൻ തമാശ രൂപേണ പറഞ്ഞു, ഒരുപക്ഷെ നമ്മൾ നേരത്തെ തന്നെ വിവാഹിതരായിരിക്കാം, അതുകൊണ്ടാവും ഇങ്ങനെ സംഭവിക്കുന്നത്. തുടർന്ന് നാളെ രാത്രിയിലെ മഞ്ഞിലെ തങ്ങളുടെ ഹണിമൂണിനായി കാത്തിരിക്കാൻ അവൾ ജോയലിനോട് പറഞ്ഞു. ശീതകാല ആകാശത്തിന് കീഴിൽ തണുത്തു മരവിച്ച് ഐസ്പാളികളായ പ്രതലം തങ്ങി നിൽക്കുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു രാത്രി വാഗ്ദാനം ചെയ്യുന്ന ചാൾസ് നദിയിലേക്ക് അവനെ കൊണ്ടുപോകാൻ അവളേറെ ആഗ്രഹിച്ചു. തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ജോയലും ക്ലെമന്റൈനും നദിക്കരയിലെത്തി. ക്ലെമന്റൈൻ പെട്ടെന്ന് തന്നെ സന്തോഷം കൊണ്ട് മതിമറന്നു. അവൾ ചിരിക്കുകയും കളിക്കുകയും ഒരു കൊച്ചുകുട്ടിയുടെ അത്ഭുതത്തോടെ ആ നിമിഷം ആസ്വദിക്കുകയും ചെയ്തു. ജോയലിന് ആദ്യമൽപ്പം അസ്വസ്ഥത തോന്നിയെങ്കിലും ഒടുവിൽ അവൻ തന്റെ മടിയൊക്കെ മാറ്റിവെച്ചു. അവർ ഇരുവരും ഒന്നിച്ച് തണുത്തുറഞ്ഞ് ആ നദിയിൽ കിടന്ന് നക്ഷത്രങ്ങളാൽ തിങ്ങി നിറഞ്ഞ് ആകാശത്തേക്ക് നോക്കി. അതവർക്ക് വല്ലാത്തൊരു അനുഭൂതി പകർന്നിരുന്നു. സമയം അവർക്ക് വേണ്ടി മാത്രമായി നിശ്ചലമായതുപോലെ ഇരുവർക്കും തോന്നി. അടുത്ത ദിവസം രാവിലെ ജോയൽ ക്ലെമന്റൈനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി മടങ്ങാൻ തുടങ്ങി. ആ സമയം അവൾ അവനടുത്തേക്ക് തിരിഞ്ഞു ചോദിച്ചു, ഇന്ന് രാത്രി നിന്റെ കൂടെ ഉറങ്ങാൻ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? ജോയൽ വല്ലാത്തൊരു നാണത്തോടെയാണെങ്കിലും വ്യക്തമായ താല്പര്യത്തോടെ ആയിക്കോട്ടെ എന്ന് മറുപടി പറഞ്ഞു. ക്ലെമന്റൈൻ പുഞ്ചിരിച്ചുകൊണ്ട് താൻ എന്നാൽ തന്റെ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ആ സമയത്താണ് ഒരു യുവാവ് പുറത്തു നിർത്തിയിരുന്നവന്റെ കാറിനടുത്തേക്ക് വന്നത്. പാട്രിക് എന്നായിരുന്നു അവന്റെ പേര്. ജോയലിന് എന്തെങ്കിലും സഹായം വേണോ? അവനിവിടെ എന്താ ചെയ്യുന്നത് എന്ന് പാട്രിക് വളരെ ശക്തിയായി ഉച്ചത്തിൽ ചോദിച്ചു. എന്താ സംഭവിക്കുന്നതെന്ന് ജോയലിന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ ലളിതമായി നോ താങ്ക്സ് എന്ന് പറഞ്ഞു. പാട്രിക് അവിടെ നിന്ന് നടന്നുപോയി. പെട്ടെന്ന് കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിയുന്നു. വർഷം 2002. കൃത്യമായി പറഞ്ഞാൽ നടന്ന കാര്യങ്ങൾക്ക് 2 വർഷം മുമ്പ്. ജോയൽ അന്ന് മോണ്ടോക് ബീച്ചിൽ തനിച്ചിരുന്ന് ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ദൂരെ നിന്ന് അവനൊരു സ്ത്രീയെ ശ്രദ്ധിച്ചു. അത് ക്ലെമന്റൈൻ ആയിരുന്നു. അവൻ തനിച്ചിരിക്കുന്നത് കണ്ട് അവളടുത്തേക്ക് നടന്നു വന്നു. അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. പരസ്പര വിരുദ്ധമായ വ്യക്തിത്വങ്ങളായിരുന്നു ഇരുവർക്കുമെങ്കിലും പെട്ടെന്ന് അവരിൽ എന്തോ ഒന്ന് ഒത്തുപോകുന്നുണ്ടായിരുന്നു. ക്ലെമന്റൈൻ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ പെരുമാറുന്നവളും വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്നവളും പ്രവചനാതീതമായി പ്രവർത്തിക്കുന്നവളുമാണ്. ജോയൽ എന്നാൽ ശാന്തനും എപ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നവനും ഉൾവലിന പ്രകൃതമുള്ളവനുമാണ്. പക്ഷെ എപ്പോഴും പറയപ്പെടാറുണ്ടല്ലോ, വിപരീത ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുവെന്ന്. വടക്കൻ ധ്രുവവും തെക്കൻ ധ്രുവവും പരസ്പരം അടുക്കുന്നത് പോലെ അവർ എത്രത്തോളം വ്യത്യസ്തരായിരുന്നിട്ടും പെട്ടെന്ന് അവർക്കിടയിൽ ഒരു സൗഹൃദം ഉടലെടുത്തു. അവർ അടുത്ത സുഹൃത്തുക്കളായി മാറി. പതുക്കെ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അവർ ഒന്നിച്ചുള്ള സമയം മനോഹരമായ നിമിഷങ്ങളാൽ നിറഞ്ഞു. എന്നാൽ സമയം കടന്നുപോയപ്പോ അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. അവരുടെ പ്രണയം തർക്കങ്ങളിലേക്ക് വഴിമാറാൻ ആരംഭിച്ചു. സംഘർഷങ്ങൾ വർദ്ധിച്ചു. തെറ്റിദ്ധാരണകൾ കടന്നുകൂടി.
2 വർഷങ്ങൾക്ക് ശേഷം 2004 ഒരു രാത്രിയിൽ ക്ലെമന്റൈൻ മദ്യപിച്ച ശേഷം വീട്ടിൽ വന്നു. താൻ അബദ്ധത്തിൽ അവന്റെ കാർ ഇടിച്ചുവെന്ന് അവനോടായി പറഞ്ഞു. ഇത് കടുത്ത ഒരു തർക്കത്തിന് കാരണമായി. താൻ അവനില്ലാതെ പുറത്തു പോയതുകൊണ്ടാണ് ജോയലിന് തന്നോട് ഇത്രയും ദേഷ്യം വരുന്നത് എന്ന് ക്ലെമന്റൈൻ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവന്റെ ചെറിയ മനസ്സ് താൻ മറ്റാരോടൊപ്പമോ കിടന്നുറങ്ങാൻ പോയതാണ് എന്ന് ഭാവനയിൽ കാണുകയാണെന്നൊക്കെ അവൾ പറഞ്ഞു. മുറിവേറ്റവനും സ്വയം പ്രതിരോധിക്കുന്നവനുമായ ജോയലിന് അത് വല്ലാത്ത ആഘാതമേൽപ്പിച്ചിരുന്നു. തന്റെ ഉള്ളിൽ വന്നതൊക്കെ ജോയലും പറയാൻ തുടങ്ങി. അവൾ വ്യത്യസ്തയായതുകൊണ്ടാണ് താൻ അവളെ ആദ്യം ഇഷ്ടപ്പെട്ടത് എന്നവൻ പറഞ്ഞു. ഒന്നും രണ്ടും പറഞ്ഞ് കനത്ത വാക്കുതർക്കത്തിലായി. പ്രകോപിതയായ ക്ലെമന്റൈൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. ജോയൽ അവളെ പിന്തുടർന്ന് പുറത്തേക്ക് വരുമ്പോ അവളുടെ കാർ ഒരു ഗ്യാസ് പൈപ്പ് തൂണിൽ ഇടിച്ചു നിൽക്കുന്നത് കണ്ടു. കഥയുടെ തുടക്കത്തിൽ പുറപ്പെടാൻ വേണ്ടി പുറത്തിറങ്ങിയ ജോയൽ തന്റെ കാറിൽ ഒരു സ്ക്രാച്ച് മാർക്ക് കണ്ടിരുന്നല്ലോ. അതേ സ്ക്രാച്ച് മാർക്ക് എങ്ങനെ രൂപപ്പെട്ടു എന്ന് വ്യക്തമാവുകയായിരുന്നു. ക്ലെമന്റൈൻ വണ്ടി കൊണ്ടുപോയപ്പോൾ ഇടിച്ചാണ് ആ മാർക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ഡെന്റും സ്ക്രാച്ചും മറ്റാരാലും ഉണ്ടായതല്ല, ക്ലെമന്റൈൻ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അപ്പോഴാണ് അടുത്ത ചോദ്യം ഉടലെടുക്കുന്നത്. അങ്ങനാണെങ്കിൽ പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ക്ലെമന്റൈനും ജോയലിനും എന്താണ് പരസ്പരം പരിചയമില്ലാതിരുന്നത്? കഥയുടെ ഫ്ലാഷ് ബാക്ക് വീണ്ടും തുടരുകയാണ്. സങ്കടത്തിലായിരുന്ന ക്ലെമന്റൈൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടേയിരുന്നു. ജോയൽ കടുത്ത വിഷമത്തിലായി. അവർ തമ്മിൽ ഒരു വാക്കുപോലും സംസാരിക്കാതെ ദിവസങ്ങൾ കടന്നുപോയി. വാലന്റൈൻസ് ദിനത്തിന് വെറും 3 ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു. ജോയൽ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അവൾക്കായി ഒരു സമ്മാനം വാങ്ങി. വീണ്ടും ഒന്നിക്കാമെന്ന ഊഷ്മളമായ പ്രതീക്ഷയിൽ ക്ലെമന്റൈൻ ജോലി ചെയ്യുന്ന പുസ്തകശാല അവൻ സന്ദർശിച്ചു. പക്ഷേ അവിടെ സംഭവിച്ചത് അവനെ അപ്പാടെ തകർത്തു കളഞ്ഞിരുന്നു. ക്ലെമന്റൈൻ അന്ന് മുമ്പ് അവനെ കണ്ടിട്ടേയില്ല എന്ന പോലെയാണ് പെരുമാറിയത്. തികഞ്ഞ അപരിചിതനെ പോലായിരുന്നു ജോയലോട് അവൾ സംസാരിച്ചതും. മാത്രമല്ല അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ മറ്റൊരു പുരുഷനെ ചുംബിക്കുകയും ചെയ്തു. ജോയലാകെ സ്തബ്ധനായി നിന്നു. ആശയക്കുഴപ്പത്തിലായി. അവന്റെ ഹൃദയം തകർന്നു. അവൻ നിശബ്ദനായി അവിടെ നിന്ന് നടന്നു പോന്നു. താൻ കണ്ട കാഴ്ച വിശ്വസിക്കാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. ദിവസങ്ങൾക്ക് മുമ്പാണ് തങ്ങളിരുവരും അടിച്ചു പിരിഞ്ഞത്. പ്രശ്നം പരിഹരിക്കാനാണ് അവളുടെ അടുത്ത് ചെന്നത്. അപ്പോൾ അവൾക്ക് തന്നെ തീരെ പരിചയമില്ലാത്ത പോലെ പെരുമാറുന്നു. ആശ്വാസം തേടി അവൻ തന്റെ ഉറ്റ സുഹൃത്തിനെയും അവന്റെ ഭാര്യയെയും സന്ദർശിച്ചു. നടന്നതൊക്കെ പങ്കുവെച്ചു. അപ്പോഴാണ് അവന്റെ സുഹൃത്ത് അവനെ ഒരു കത്ത് കാണിക്കുന്നത്. അതൊരു ഡോക്ടറുടെ കത്തായിരുന്നു. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് ആ കത്തിൽ വെളിപ്പെടുന്നുണ്ടായിരുന്നു. ക്ലെമന്റൈൻ തന്റെ ഓർമ്മകളിൽ നിന്ന് ജോയലിനെ പൂർണ്ണമായും മായ്ച്ചു കളയാൻ വേണ്ടി ഒരു മെഡിക്കൽ പ്രൊസീജിയർ എടുത്തു. അവരുടെ പഴയ ബന്ധത്തെക്കുറിച്ച് ഇനി ഒരിക്കലും അവളോടാരും സംസാരിക്കരുതെന്ന് പോലും ആ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ജോയലിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതൊരു വഞ്ചനയായി തന്റെ ആത്മാവിന്റെ ഒരു ഭാഗം ആരോ മോഷ്ടിച്ചെടുത്തതുപോലായിരുന്നു അവൻ അനുഭവപ്പെട്ടത്. ആ സമയത്താണ് കഥയിലെ ഒരു വിചിത്രമായ സത്യം വെളിപ്പെടുന്നത്. ആ ലോകത്ത് ആളുകൾക്ക് തങ്ങളുടെ നിർദ്ദിഷ്ട ഓർമ്മകൾ മായ്ച്ചു കളയാൻ അനുവദിക്കുന്ന ഒരു മെഡിക്കൽ പ്രക്രിയ നിലവിലുണ്ട്. തങ്ങൾക്ക് വേണ്ടെന്ന് തോന്നിയാൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഓർമ്മകൾ അവർക്ക് മെഡിക്കൽ പ്രൊസീജിയറിലൂടെ മായ്ച്ചു കളയാം. ക്ലെമന്റൈൻ അത്തരമൊന്ന് പ്രവർത്തിച്ചു. അങ്ങനാണ് ജോയൽ അവൾക്ക് അപരിചിതനായി മാറിയത്. ആകെ തകർന്നുപോയ ജോയലും ഒടുവിൽ അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ ഓർമ്മകളിൽ നിന്ന് ക്ലെമന്റൈനെ പൂർണ്ണമായും മായ്ക്കുക. അവൻ അതേ ഡോക്ടറെ തന്നെ സന്ദർശിച്ചു. തന്റെ ഓർമ്മയിൽ നിന്ന് ക്ലെമന്റൈനെ എന്നേക്കുമായി മായ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് ആരംഭിക്കുന്നതിനായി ക്ലെമന്റൈനുമായി ബന്ധപ്പെട്ട അവന്റെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുവരണം എന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. വികാരപരമായ മൂല്യമുള്ള എന്തും ഈ പ്രൊസീജിയറിന് ആവശ്യമുണ്ട്. ആ വസ്തുക്കൾ അവന്റെ തലച്ചോറിലെ ഓർമ്മകളെ ഉണർത്താൻ സഹായിക്കും. അങ്ങനെ ഉണർത്തപ്പെടുമ്പോ ആ ഓർമ്മകളുടെ ഭാഗം കണ്ടെത്തി അവ നീക്കം ചെയ്യാനും പറ്റും. ജോയൽ എല്ലാത്തിനും സമ്മതിച്ചു. അവൻ വീട്ടിൽ നിന്നും എല്ലാം ശേഖരിച്ചു. അവരൊന്നിച്ചുള്ള ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, സമ്മാനങ്ങൾ, ക്ലെമന്റൈനോടുള്ള തന്റെ സ്നേഹം പകർത്തിവെച്ച തന്റെ ഡയറി കുറിപ്പുകൾ, അവനവയെല്ലാം ക്ലിനിക്കിലെത്തിച്ചു. ചികിത്സ വൈകാതെ ആരംഭിച്ചു. ക്ലെമന്റൈനുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഉണർത്താൻ ഡോക്ടർ ജോയലിനെ ഓരോ വസ്തുക്കളും ഒന്നൊന്നായി എടുത്തു കാണിച്ചു. ആ വസ്തുക്കൾ അവന്റെ മനസ്സിന്റെ വിശദമായൊരു ഭൂപടം, അവർ പങ്കിട്ട ഓരോ നിമിഷത്തിന്റെയും ബ്ലൂ പ്രിന്റ് നിർമ്മിക്കാൻ ഡോക്ടർ സഹായിച്ചു. ഏറ്റവും പുതിയ ഓർമ്മകൾ ആദ്യം മായ്ച്ചുകൊണ്ട് ഡോക്ടർ പ്രക്രിയ ആരംഭിച്ചു. ക്ലെമന്റൈന്റെ എല്ലാ അടയാളങ്ങളും ഇല്ലാതാവുന്നതുവരെ കാര്യങ്ങൾ പിന്നിലേക്ക് പോകുമെന്നും ഡോക്ടർ അവനടുക്കൽ വിശദീകരിച്ചിരുന്നു. പക്ഷെ ആ ഓർമ്മ മായ്ക്കുന്ന പ്രക്രിയ അവന്റെ പ്രണയവും പ്രണയനഷ്ടവും തമ്മിൽ ഏറ്റുമുട്ടുന്ന മനസ്സിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയായി മാറി. അത് നടക്കുന്നത് കഥാരംഭത്തിന്റെ തൊട്ട് തലേന്ന്, കൃത്യമായി പറഞ്ഞാൽ 2004 ഫെബ്രുവരി 13 വാലന്റൈൻസ് ഡേയുടെ തൊട്ട് മുമ്പുള്ള ദിവസം. തർക്കങ്ങളും നിരാശകളും വൈകാരികമായ അകൽച്ചയും നിറഞ്ഞ ഏറ്റവും പുതിയ ഓർമ്മകളിൽ നിന്നായിരുന്നു ഓർമ്മമാക്കൽ പ്രക്രിയ
ആരംഭിച്ചത്. പ്രണയം മങ്ങുകയും വേദന ആത്താനം കൈക്കലാക്കുകയും ചെയ്ത നിമിഷങ്ങളായിരുന്നു ആദ്യം മായ്ക്കപ്പെട്ടത്. പതുക്കെ മെഷീൻ സമയത്തിലൂടെ പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ക്ലെമന്റൈനോടൊപ്പമുള്ള ജോയലിന്റെ ഭൂതകാലത്തിന്റെ പാളികൾ ഓരോന്നോരോന്നായി നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഓർമ്മകൾ പിന്നോട്ടു പോകുമ്പോൾ അവർ പങ്കിട്ട മനോഹരമായ നിമിഷങ്ങൾ ജോയൽ ഓർക്കാൻ തുടങ്ങി. അവരുടെ ചിരികൾ, ഊഷ്മളത, ആത്മബന്ധം. ഈ ഓർമ്മകൾ അവന് വിലപ്പെട്ടതായിരുന്നു. അവ നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവനതോടെ ആ ഓർമ്മകൾ മായ്ക്കപ്പെടുന്നതിനെ ചെറുക്കാൻ ശ്രമിച്ചു, ഉണരാൻ ശ്രമിച്ചു. എന്നാൽ ശക്തമായ മരുന്നുകൾ അവനെ ഉറക്കിക്കിടത്തുകയായിരുന്നു ചെയ്തത്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ മായ്ക്കപ്പെടുന്നത് കണ്ടുകൊണ്ട് അവൻ സ്വന്തം മനസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. അതിനിടെ പ്രക്രിയക്ക് മേൽനോട്ടം വഹിക്കുന്ന ഡോക്ടർ പുറത്തേക്ക് പോയി. ക്ലിനിക്ക് 3 ജീവനക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. എല്ലാം സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. അതിലൊരാൾ റിസപ്ഷനിസ്റ്റായ മേരിയാണ്. മറ്റൊരാളുടെ പേര് പാട്രിക് എന്നുമാണ്. പാട്രിക് മറ്റാരുമല്ല, ആ ഒരു ടൈം ലൈനിൽ ക്ലെമന്റൈനുമായി പ്രണയത്തിലായ അതേ വ്യക്തിയാണ് പാട്രിക്. ഓർമ്മകൾ മായ്ക്കപ്പെട്ട ശേഷം പാട്രിക് ക്ലെമന്റൈനുമായി പ്രണയത്തിലായി. അത് പാട്രിക് തന്ത്രപൂർവ്വം നേടിയെടുത്തതാണ്. ക്ലെമന്റൈൻ തന്റെ ഓർമ്മയിൽ നിന്ന് ജോയലിനെ മായ്ക്കാൻ ആ ക്ലിനിക്കിൽ വന്നപ്പോ പാട്രിക് പെട്ടെന്ന് തന്നെ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവൻ രഹസ്യമായി ജോയലിന്റെ പെരുമാറ്റ രീതികൾ പഠിക്കുകയും ആ അറിവ് വെച്ചുകൊണ്ട് ക്ലെമന്റൈനുമായി അടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ അവർ കപ്പിൾസായി മാറി. അതായിരുന്നു സംഭവിച്ചത്. ക്ലിനിക്കിൽ 2 പേരുള്ള കാര്യം പറഞ്ഞല്ലോ. അവിടത്തെ മൂന്നാമൻ സ്റ്റാൻ എന്ന വ്യക്തിയായിരുന്നു. ഓർമ്മ മായ്ക്കുന്ന മെഷീന്റെ പ്രവർത്തനം കൃത്യമായി നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം അവനാണ്. സ്റ്റാനും മേരിയും പ്രണയത്തിലുമായിരുന്നു. കുറച്ചു കാലമായി അവർ ഡേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലെമന്റൈനെ കാണാൻ പാട്രിക് പോയപ്പോ ജോയലിന്റെ പ്രൊസീജിയർ നിരീക്ഷിക്കാൻ സ്റ്റാനും മേരിയും ആ ക്ലിനിക്കിൽ തന്നെ തുടർന്നു. എന്നാൽ കൃത്യമായി അത് ശ്രദ്ധിക്കുന്നതിന് പകരം സ്റ്റാൻ ആ സിസ്റ്റം ഓട്ടോ പൈലറ്റ് ആക്കി. എന്നിട്ടവർ പ്രണയസല്ലാപത്തിൽ ഏർപ്പെടാൻ ആരംഭിച്ചു. ഈ സമയത്ത് ജോയൽ അല്പനേരത്തേക്ക് കണ്ണുകൾ തുറന്നു. ഓർമ്മകൾ മായ്ക്കുന്ന സിസ്റ്റത്തിൽ എവിടെയോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നതായിരുന്നു അതിൽ നിന്ന് സൂചിപ്പിക്കപ്പെടുന്നത്. പക്ഷേ പ്രണയസല്ലാപത്തിലായിരുന്ന സ്റ്റാനും മേരിയും അത് ശ്രദ്ധിക്കുന്നേയുണ്ടായിരുന്നില്ല. ജോയലിന്റെ ഉപബോധ മനസ്സ് ക്ലെമന്റൈന്റെ ഓർമ്മകൾ മായ്ക്കാനുള്ള ശ്രമത്തിനെതിരെ ഉണർന്ന് പോരാടാൻ തുടങ്ങി. ക്ലെമന്റൈനോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ വിട്ടുകളയാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിനുള്ളിൽ ജോയലും ക്ലെമന്റൈനും സംസാരിക്കാൻ ആരംഭിച്ചു. ഓർമ്മകൾക്കുള്ളിലെ സംസാരം എന്താണ് സംഭവിക്കുന്നതെന്ന് ക്ലെമന്റൈൻ തിരിച്ചറിയുന്നുണ്ട്. ക്ലെമന്റൈൻ പറഞ്ഞു, അവർ എന്നെ എല്ലായിടത്തു നിന്നും മായ്ക്കാൻ പോവുകയാണ്. ഉടൻ ജോയൽ മറുപടി പറയുന്നുണ്ട്, എനിക്ക് ഈ ഓർമ്മകൾ നഷ്ടപ്പെടുത്തണ്ട. ക്ലെമന്റൈൻ അപ്പോൾ അസാധാരണമായ ഒരു കാര്യം നിർദ്ദേശിച്ചു. അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അവർക്ക് എന്നെ കണ്ടെത്താൻ കഴിയാത്ത നിന്റെ പഴയകാല ഒരു ഓർമ്മയിലേക്ക് എന്നെ നീ കൂട്ടിക്കൊണ്ടു പോകൂ. ജോയൽ അതിന് സമ്മതിച്ചു. അവളെ തന്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അവരുടെ ബന്ധം അതുവരെ തൊട്ടിട്ടില്ലാത്ത ഒരിടം. ജോയലിന്റെ ആദ്യകാല ഓർമ്മകളിൽ അവർ ഒന്നിച്ചൊളിച്ചിരിക്കുമ്പോ മെഷീനിൽ പെട്ടെന്ന് തകരാറുകൾ സംഭവിക്കാൻ തുടങ്ങി. മായ്ച്ചു കളയാനുള്ള ഓർമ്മകൾ കണ്ടെത്താൻ അതിന് കഴിയാതായി. പ്രക്രിയ തടസ്സപ്പെട്ടു. സിസ്റ്റം നിരീക്ഷിക്കുന്ന സ്റ്റാൻ പെട്ടെന്ന് പരിഭ്രാന്തനായി. മെഷീൻ പ്രവർത്തിക്കുന്നത് നിലച്ചു എന്നവൻ മനസ്സിലാക്കി. ഡോക്ടറെ തിരികെ ക്ലിനിക്കിലേക്ക് വിളിക്കുകയല്ലാതെ അവന് മറ്റു മാർഗമില്ലായിരുന്നു. അതോടെ ഡോക്ടർ ക്ലിനിക്കിലേക്ക് മടങ്ങി വന്നു. മേരിയെ ശ്രദ്ധിച്ചു. അത്ഭുതത്തോടെ അവളിപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു. പ്രൊസീജിയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ മാത്രമാണ് താൻ ഇവിടെ തുടർന്നത് എന്ന് മേരി പറഞ്ഞു. മേരിയും സ്റ്റാനും പ്രണയത്തിലാണ് എന്ന കാര്യം ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. അതിനിടെ അദ്ദേഹം ജോയലിന്റെ ഓർമ്മകൾക്കുള്ളിൽ അവനെ തിരയുന്നത് പുനരാരംഭിച്ചു. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. കണ്ടെത്തിയ ഉടൻ തന്നെ ജോയലിന്റെ ഓർമ്മകൾ മായ്ക്കുന്ന പ്രക്രിയ ഡോക്ടർ വീണ്ടും ആരംഭിച്ചു. ജോയലിന്റെ കണ്ണുകൾ വീണ്ടും തുറക്കുകയായിരുന്നു. ഒരു നിശബ്ദ പ്രതിഷേധം. ഇപ്പോഴും അർത്ഥവത്തായ ആ പ്രണയ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഡോക്ടർ ശക്തമായ അളവിൽ അനസ്തേഷ്യ നൽകി. ജോയൽ വീണ്ടും അബോധാവസ്ഥയിലേക്ക് വീണു. മെഷീൻ അല്പനേരം പ്രവർത്തനരഹിതമായി. തുടർന്ന് ക്ലെമന്റൈനുമായി ബന്ധപ്പെട്ടതെല്ലാം തുടച്ചുമാറ്റാനുള്ള അതിന്റെ ജോലി പുനരാരംഭിച്ചു. നിലവിൽ പ്രൊസീജിയറിന് മേൽനോട്ടം വഹിക്കാൻ മേരിയും സ്റ്റാനും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ സ്റ്റാൻ പുറത്തേക്കിറങ്ങി മേരിയെ ഡോക്ടറുടെ കൂടെ തനിച്ചാക്കി. ആ ശാന്തമായ നിമിഷത്തിൽ മേരിക്ക് ഡോക്ടറോട് വല്ലാതെ അടുപ്പം തോന്നാൻ തുടങ്ങി. പണ്ടെങ്ങോ ഉള്ള വലിയൊരടുപ്പം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലായിരുന്നു അത്. അവൾ ഡോക്ടറെ ചുംബിക്കുകയും തന്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം
ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കത് അടക്കി വെക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ, തനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എന്നവളെ ഓർമ്മിപ്പിച്ച് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ മേരിക്ക് അതെല്ലാം നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഡോക്ടർക്ക് ഒരു പരിധിക്കപ്പുറം മേരിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ അവിടെ ഇരുന്ന് പരസ്പരം ബന്ധപ്പെട്ടു. കൃത്യമായി ആ സമയത്ത് ഡോക്ടറുടെ ഭാര്യ ക്ലിനിക്കിന്റെ പുറത്തെത്തിയിരുന്നു. ജനലിലൂടെ അവർ തമ്മിലുള്ള ബന്ധം ഡോക്ടറുടെ ഭാര്യ നോക്കിക്കണ്ടു. പിന്നാലെ ആ ഭാര്യ ഡോക്ടറെ എതിരിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയതും മേരി ആ ഭാര്യയെ പിന്തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഡോക്ടറുടെ തെറ്റല്ല അതെന്നും താനാണ് കുറ്റക്കാരിയെന്നും താനാണിതിന് മുൻകൈയെടുത്തത് എന്നും മേരി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഉറച്ച മനസാന്നിധ്യത്തോടെ ഡോക്ടറുടെ ഭാര്യ അയാളോട് ഒളിച്ചുകളി നിർത്തി സത്യം പറയാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ അവർ മേരിക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു, ഇയാളിനി നിന്റേതാണ്, ഇയാളെ നീ തന്നെ വെച്ചോളൂ. ഡോക്ടറുടെ ഭാര്യ പിന്നാലെ വണ്ടിയോടിച്ച് അവിടെ നിന്ന് പോയി. അപ്പോഴാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുന്നത്. മേരിയും ഡോക്ടറും തമ്മിൽ മുമ്പ് പ്രണയത്തിലായിരുന്നു. പക്ഷെ ആ ഡോക്ടർ ഒന്ന് പ്രവർത്തിച്ചു. ക്ലെമന്റൈൻ ജോയലിനോട് ചെയ്ത പോലെ മേരിയുടെ ഓർമ്മകളിൽ നിന്ന് ഡോക്ടർ തന്നെ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു. ഡോക്ടറിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോ മേരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആ ഇൻഫർമേഷന്റെ ഭാരം താങ്ങാൻ മേരിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് നടന്നുപോയി. രോഗികളുടെ ഓർമ്മകൾ മായ്ക്കുന്നതിനു മുമ്പ് അവരുടെ ഓഡിയോ റെക്കോർഡിങ്ങുകൾ ക്ലിനിക്കിൽ സൂക്ഷിക്കുന്ന പതിവുണ്ട്. അവിടുത്തെ ആർക്കൈവ് റൂമിലേക്ക് മേരി നടന്നു ചെന്നു. അവിടെ അവൾ അവളുടെ സ്വന്തം റെക്കോർഡിംഗ് കണ്ടെത്തി. അവളത് കേൾക്കുമ്പോൾ യാഥാർത്ഥ്യം അവളുടെ ഹൃദയത്തിൽ തട്ടി. അവൾ കേൾക്കുന്ന ശബ്ദം അവളുടേത് തന്നെയാണ്. വികാരഭരിതവും ഹൃദയം തകർന്നതുമായ ശബ്ദം. അതവൾക്ക് ആഴത്തിലുള്ള തിരിച്ചറിവിന്റെ കൂടി നിമിഷമായിരുന്നു. ഏറെ നിരാശയും വൈകാരികമായ തകർച്ചയും കാരണം മേരി തന്റെ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൾ ക്ലിനിക്കിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ഓഡിയോ ടേപ്പുകളും ഓരോന്നായി ശേഖരിച്ച് അവിടെ നിന്നിറങ്ങി. ധീരമായൊരു നീക്കത്തിലൂടെ അവൾ ഓരോ റെക്കോർഡിങ്ങും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് തിരികെ അയച്ചു. ഓർമ്മകൾ മായ്ക്കപ്പെട്ട ഓരോ രോഗിക്കും ആ ടേപ്പുകളിലൂടെ അവരുടെ മറന്നുപോയ ഭൂതകാലത്തിന്റെ ഒരു ഭാഗം ലഭിക്കുകയായിരുന്നു. മറുവശത്ത് ജോയൽ ആകട്ടെ തന്റെ പ്രൊസീജിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. ക്ലെമന്റൈനെ കുറിച്ചുള്ള ഏറെക്കുറെ എല്ലാ ഓർമ്മകളും അവന്റെ മനസ്സിൽ നിന്ന് തുടച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു. അവന്റെ ഉള്ളിൽ അവശേഷിക്കുന്ന അവസാന ഓർമ്മ അവർ ആദ്യമായി കണ്ടുമുട്ടിയ മൊണ്ടോക്ക് ബീച്ചിലെ ഓർമ്മയാണ്. അത് മാഞ്ഞുപോയിക്കൊണ്ടിരുന്ന ആ നിമിഷത്തിൽ ക്ലെമന്റൈൻ ജോയലിനോട് പറഞ്ഞു, അവർ നിന്റെ ഓർമ്മയിൽ നിന്ന് എന്നെ പൂർണ്ണമായും മായ്ക്കാൻ തുടങ്ങുകയാണ്. നീ എന്നെ ഓർത്താലും ഇല്ലെങ്കിലും നാളെ എന്നെ ഇവിടെ വന്ന് കാണും എന്നെനിക്ക് വാക്കു തരൂ. തുടർന്ന് അവൾ അവന്റെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായി. അടുത്ത ദിവസം രാവിലെ ജോയൽ ഉണർന്നു. കഥാരംഭത്തിൽ ഉണരുന്ന ഇടം 2004 ഫെബ്രുവരി 14. അന്ന് വാലന്റൈൻസ് ദിനമായിരുന്നു. അവന്റെ ഓർമ്മകൾ മായ്ക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം. തയ്യാറായി ജോയൽ പുറത്തേക്കിറങ്ങി. തന്റെ കാറിലെ ഡെന്റ് സ്ക്രാച്ച് ശ്രദ്ധിച്ചു. അത് യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അവന് യാതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. തന്റെ കാറിനടുത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനം കാരണമാണ് അത് സംഭവിച്ചതെന്ന് അവൻ അനുമാനിച്ചു. താങ്ക്സ് എന്ന് ഒരു കുറിപ്പെഴുതി അടുത്ത വണ്ടിയിൽ വെച്ച് ജോയൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവിടെ നിന്നും വന്ന് അവന് ജോലിക്ക് പോകണ്ടെന്ന് തോന്നി. അവൻ നേരെ മോണ്ടോക്ക് ബീച്ചിലേക്ക് യാത്ര തിരിച്ചു. താൻ എന്തിനാണ് പോകുന്നതെന്ന് പോലും അവൻ അറിവുണ്ടായിരുന്നില്ല. ഉള്ളിലെ എന്തോ ഒന്ന് അവനെ അങ്ങോട്ടേക്ക് പതുക്കെ വലിക്കുകയാണ്. അവിടെ നിന്ന് തിരികെ പോകുമ്പോ റെസ്റ്റോറന്റിൽ വെച്ച് അവൻ ക്ലെമന്റൈനെ കണ്ടു. വീണ്ടും സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുകയും ട്രെയിനിൽ വെച്ച് അവർ സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അവളും അതേ ബീച്ചിൽ പോയിരുന്നു. അവൾ എന്തിനാണ് ആ ബീച്ചിൽ പോയതെന്നോ മറ്റോ അവൾ കോർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു തോന്നലിൽ അവിടെ പോവാൻ തോന്നിയപ്പോ പോയതാണ്. തങ്ങളുടെ പങ്കിട്ടിരുന്ന ഭൂതകാലത്തെക്കുറിച്ച് അറിവില്ലാതെ അവർ വീണ്ടും കണ്ടുമുട്ടി. കാരണം ഓർമ്മകൾ മങ്ങുമ്പോൾ പോലും ചില വാഗ്ദാനങ്ങൾ വീണ്ടും നമ്മളെ ഒരേ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ കഥ മുന്നോട്ടു പോയി. കഥാരംഭത്തിൽ പറഞ്ഞു നിർത്തിയെടുത്ത് ഫ്ലാഷ് ബാക്ക് ആരംഭിച്ചെടുത്ത് വന്നു നിൽക്കുന്നു. ക്ലെമന്റൈൻ ടൂത്ത് ബ്രഷ് എടുക്കാൻ തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ജോയൽ കാറിൽ ക്ഷമയോടെ കാത്തിരുന്നു. അവൾ അവളുടെ സാധനങ്ങളുമായി മടങ്ങി വരികയും ആ സമയം തനിക്കൊരു പാഴ്സൽ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു. അവൾ അതുകൂടി എടുത്ത് നേരെ വന്ന് കാറിൽ കയറി. അവർ ജോയലിന്റെ കാറിൽ അവന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി അത്ഭുതകരമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്തരമൊരു സന്തോഷം എനിക്ക് തോന്നിയിട്ടില്ല. ജിജ്ഞാസയോടെ ക്ലെമന്റൈൻ തനിക്ക് വന്ന പാഴ്സൽ തുറന്നു. അത് മേരി അയച്ചതാണ്. അതിനകത്തൊരു കത്തുമുണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, നമ്മൾ ഇതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഓർമ്മകൾ മായ്ക്കപ്പെട്ടതിനാൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകില്ല. നിങ്ങളുടെ ഓർമ്മകൾ മായ്ക്കപ്പെട്ട ആ തീരുമാനം തെറ്റായൊരു തീരുമാനമായിരുന്നു എന്ന് ഞാൻ
വിശ്വസിക്കുന്നു. ഈ കത്തിനൊപ്പം ഒരു ഓഡിയോ കാസറ്റുമുണ്ട്. ക്ലമന്റൈൻ അത് കാറിലെ ടേപ്പ് റെക്കോർഡറിലേക്ക് ഇട്ടു. ടേപ്പ് പ്ലേ ചെയ്യുമ്പോൾ അവളുടെ ശബ്ദം ആ കാറിൽ നിറഞ്ഞു. താൻ എന്തുകൊണ്ടാണ് ജോയലിനെ ഓർമ്മയിൽ നിന്നും മായ്ക്കുവാൻ തീരുമാനിച്ചത് എന്ന് വിശദീകരിക്കുന്നതായിരുന്നു ആ കാസറ്റിൽ ഉണ്ടായിരുന്നത്. ഭൂതകാലത്തിലെ അവൾ സംസാരിക്കുകയാണ്. അവനോടൊപ്പം ആയിരിക്കുമ്പോൾ താൻ മറ്റൊരാളായി മാറുന്നുവെന്നും അത് തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും ജോയൽ വിരസനായൊരു വ്യക്തിയാണെന്നും അവൻ തന്നെ പൂർണ്ണമായും മാറ്റിയെന്നുമായിരുന്നു ആ കാസറ്റിൽ അവൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അവൾ അവനെ വിട്ടുകളയാനും മറന്നുകളയാനും തീരുമാനിച്ചതും. കാസറ്റിലൂടെ അത് പ്ലേ ചെയ്യപ്പെട്ടതും അക്ഷരാർത്ഥത്തിൽ ജോയലും ക്ലമന്റൈനും ഞെട്ടിനിന്നു. അവർ സ്തബ്ധരായി. എന്തായി നടക്കുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആശയക്കുഴപ്പത്തിലായ ജോയൽ ചോദിച്ചു, ഇത് എന്ത് തരം തമാശയാണ്? ക്ലമന്റൈൻ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒന്നും രണ്ടും പറഞ്ഞ് അതിൽ നിന്നും അവർക്കിടയിൽ ഒരു സംഘർഷം ഉടലെടുത്തു. രണ്ടുപേരും തർക്കിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന ക്ലമന്റൈൻ പുറത്തേക്കിറങ്ങി നടന്നു. അവളുടെ ഹൃദയം തകർന്നിരുന്നു. അവൾക്ക് ജോയലിനെ യഥാർത്ഥത്തിൽ ഒരുപാട് ഇഷ്ടമാണ്. അവനും അവളെക്കുറിച്ച് വളരെയധികം കരുതലുണ്ട്. എന്നാൽ ആ നിമിഷത്തിൽ എല്ലാം വീണ്ടും തകർന്നടിയുന്നതായി അനുഭവപ്പെട്ടു. കൃത്യം ആ സമയത്ത് പാട്രിക് അങ്ങോട്ടേക്കെത്തി. ക്ലമന്റൈൻ പാട്രിക്കുമായുള്ള ബന്ധവും അവസാനിപ്പിച്ചു. വഞ്ചനയിൽ കെട്ടിപ്പടുത്ത ആ ബന്ധത്തിനും അങ്ങനെ വിരാമമായി. അതിനിടെ ക്ലമന്റൈന് ലഭിച്ചതുപോലെ സമാനമായ ഒരു പാഴ്സൽ ജോയലിനും ലഭിക്കുകയാണ്. അവൻ ആ ടേപ്പ് പ്ലേ ചെയ്തു. തന്റെ സ്വന്തം ശബ്ദം കേട്ടു. അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടു. തന്റെ മായ്ക്കപ്പെട്ട ഓർമ്മകളുടെ വേദന അവൻ വീണ്ടും അനുഭവിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ക്ലമന്റൈൻ അവിടെ എത്തുകയും അവൾ ജോയലിനെ കണ്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ജോയലും മറുപടി നൽകി, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ തൊട്ടു പിന്നാലെ ജോയലിന്റെ ശബ്ദം ടേപ്പിൽ നിന്ന് പ്ലേ ചെയ്യപ്പെട്ടു. അതിലവൻ അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ക്രൂരമായ ചിലത് പറയുന്നുണ്ടായിരുന്നു. ക്ലമന്റൈൻ യുവാക്കളെ ആകർഷിക്കാൻ അവരോടൊപ്പം കിടക്ക പങ്കിടാറുണ്ട്. അതവളുടെ സ്വഭാവത്തിന്മേലുള്ള കടുത്ത ആക്ഷേപമായിരുന്നു. അത് കേട്ടതും ക്ലമന്റൈന്റെ മനസ്സിൽ വല്ലാത്തൊരു മുറിവേറ്റു. ദൃശ്യമായ വിഷമങ്ങളോടെ അവൾ അവിടെ നിന്ന് നടന്നു പോവാൻ ആരംഭിച്ചു. ജോയൽ അവളെ തടയാൻ നോക്കി. നീ അങ്ങനെയൊന്നുമുള്ളവളല്ല എന്നെനിക്കറിയാം. അപ്പോഴും വികാരാധീനയായിരുന്ന ക്ലമന്റൈൻ ചോദിച്ചു, അതിലിപ്പോ എന്താ കാര്യം? ഇപ്പോ നമുക്ക് പരസ്പരം ഇഷ്ടമാണ്. പക്ഷേ ഒടുവിലെ കാര്യങ്ങൾ മാറിമറിയും. നിനക്ക് ഈ ബന്ധത്തിൽ ശ്വാസം മുട്ടുന്നതായി തോന്നും. നീ അകന്നു പോകും. ജോയൽ മൃദുവായി മറുപടി പറഞ്ഞു, ഇനി നമ്മുടെ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നിന്റെ കൂടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. അവന്റെ ആ മനസ്സ് തുറന്നുള്ള പറച്ചിൽ ക്ലമന്റൈന്റെ മനസ്സിനെ ശാന്തമാക്കി. അങ്ങനെ അവർ വീണ്ടും പരസ്പരം തിരഞ്ഞെടുത്തു. കാര്യങ്ങൾ ഒരിക്കലെത്രത്തോളം തകർന്നിരുന്നുവെന്നറിഞ്ഞിട്ടും ഓർമ്മകളിൽ നിന്ന് പരസ്പരം മായ്ച്ചു കളഞ്ഞിട്ടും അവർ വീണ്ടും പ്രണയത്തിലായിരിക്കുന്നു. പക്ഷേ ഇത്തവണ അത് പഴയതുപോലെയല്ല. പ്രണയം മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര പരിചരണവും ക്ഷമയും പരസ്പര ധാരണയും ആവശ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നല്ല രീതിയിൽ അവരുടെ പ്രണയം മുന്നിലേക്ക് പോയേക്കാം എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. എറ്റേണൽ സൺഷൈൻ ഓഫ് ദി സ്പോട്ട്ലെസ് മൈൻഡ് അത് വെറും മറവിയെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഉള്ള ഒരു ചലച്ചിത്രമല്ല. യഥാർത്ഥത്തിൽ പ്രണയത്തിൽ എന്താണ് ഏറെ പ്രാധാന്യമുള്ളത് എന്ന് തിരിച്ചറിയിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.